ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകർക്കും കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു, അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു, അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുകയാണ്. കനാനിലേക്കുള്ള യാത്രയാണ് ഇസ്രായേൽ മക്കളുടെ. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഈ പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന നമ്മളും യാത്ര ചെയ്യുകയാണ്. സ്വർഗീയ കനാനിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അന്ന് ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിലേക്ക് യാത്രയായത്. മോശയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ആ യാത്ര കാണുന്നത്. ആ യാത്ര തുടങ്ങിയത് വേദപുസ്തകത്തിൽ തൊട്ടു മുമ്പിലത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മോശ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ മിസ്രയീം വിട്ടു പോന്നു. വിശ്വാസത്താൽ അവൻ പെസഹയും ചോരത്തെളിയും ആചരിച്ചു. കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയെ ആചരിച്ചു, ചോരത്തളി ആചരിച്ചു. അങ്ങനെയാണ് യാത്ര ആരംഭിച്ചത്. ഇസ്രായേൽ മക്കളുടെ യാത്രയുടെ ആരംഭം അതൊരു പെസഹയോടുകൂടിയാണ്. ഒരു കുഞ്ഞാടിനെ അറുത്തു, അങ്ങനെയാണ് യാത്ര ആരംഭിച്ചത്. ഇസ്രായേൽ മക്കളുടെ യാത്ര ഒരേ ഒരു കാരണം കൊണ്ടാണ് ആരംഭിച്ചത്. അത് പെസഹ എന്ന് പറയുന്ന ആ ഉത്സവം മുഖാന്തരമാണ്. അവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെടുകയാണ്. മാത്രമല്ല, ആ കുഞ്ഞാടിൻ്റെ രക്തം വീടിൻ്റെ കട്ടിലക്കാലുമേലും കുറുമ്പിടിമേലും പുരട്ടുകയാണ്. അവിടെ അവർ യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിലും യാത്ര തുടങ്ങിയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിൽ ഈ പെസഹയുടെ അനുഭവം, കുഞ്ഞാട് അറുക്കപ്പെട്ട അനുഭവം വിശ്വാസത്താൽ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കാര്യം. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണെന്നും ഞാനൊരു പാപിയാണെന്നും ഈ പോക്ക് പോയാൽ നിത്യമായ നരകത്തിൽ ഞാൻ പോകുമെന്നുള്ള ബോധ്യത്തോടുകൂടെ, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ എന്നോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണെന്നും, അതുകൊണ്ട് കർത്താവേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് ആ കുഞ്ഞാടായ യേശുവിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നുവെങ്കിൽ, അന്ന് മോശ ആ പെസഹയുടെ അനുഭവം അവർക്കുണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും പെസഹായുടെ അനുഭവം ഉണ്ടാകും. നമ്മുടെ യാത്ര ആരംഭിക്കും. യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നാം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ബസ് ചലിക്കുന്നുണ്ടോ മുന്നോട്ടാണോ എന്നറിയാൻ ആ വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കിയാൽ അവിടെ നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം പിറകോട്ട് മറയുന്നതായിട്ട് കാണും. നമ്മൾ മുന്നോട്ട് പോകുന്നു, ബസ്സിൻ്റെ സ്പീഡ് കൂടി മുന്നോട്ട് യാത്ര തുടങ്ങുന്നു, പോയിക്കൊണ്ടിരിക്കുന്തോറും നമ്മൾ കണ്ടതെല്ലാം പുറകോട്ട് മാറുന്നു. പ്രിയപ്പെട്ടവരെ, അതുതന്നെയാണ് യാത്രയുടെ പ്രത്യേകത. യാത്ര തുടങ്ങിയോ എന്നറിയാനുള്ള കാര്യം, നമ്മുടെ പഴയകാല ജീവിതങ്ങൾ, നമ്മുടെ പാപങ്ങളെല്ലാം പിറകിലേക്ക് മാറുന്നുണ്ടോ? നാം ശാന്തമായി ചിന്തിക്കണം. ഈ യാത്ര ഞാൻ ആരംഭിച്ചോ? ഇല്ലെങ്കിൽ അത് ഇന്നാണ് ആരംഭിക്കേണ്ടത്. നമുക്ക് ആ ഉറപ്പ് കിട്ടണം. യേശുക്രിസ്തുവിനെ നാം സ്വീകരിക്കണം. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് നാം പൂർണ്ണമായും വിശ്വസിക്കണം. യാത്ര ആരംഭിക്കുകയാണ്. പിന്നെ നാം പാപത്തോട് യാത്ര പറയുകയാണ്. പാപവുമായി ബന്ധമുള്ള സകല കാര്യങ്ങളോടും നാം യാത്ര പറയുകയാണ്. പിറകോട്ട് മാറുകയാണ്. പുതിയ ജീവിതം, വിശ്വാസത്തിൻ്റെ ജീവിതം, കൂട്ടായ്മയുടെ ജീവിതം, സ്നേഹത്തിൻ്റെ ജീവിതം, പരിശുദ്ധാത്മാവിൻ്റെ ജീവിതം നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അന്ന് മോശയായിരുന്നു അവരെ നയിച്ചത്. എന്നാൽ ഇന്ന് ആരാണ് നമ്മെ നയിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവാണ്. അന്ന് മോശയും യേശുക്രിസ്തുവും വളരെ ബന്ധമുണ്ട്. മോശയേക്കാൾ വലിയവനാണ് കർത്താവായ യേശുക്രിസ്തു. അന്ന് ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ മോശയാണ് ദൈവം തെരഞ്ഞെടുത്തത്. മോശ മുഖാന്തരമാണ് ന്യായപ്രമാണം ലഭിച്ചത്. നമുക്കിന്ന് കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വരുന്നു. അന്ന് മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തുവെങ്കിൽ, കൽപ്പനകൾ കൊടുത്തുവെങ്കിൽ, നമുക്ക് കർത്താവ് മുഖാന്തരം വലിയ കൽപ്പനകൾ തന്നു. ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. വലിയ കൽപ്പനയാണ് കർത്താവ് തന്നത്. അങ്ങനെ അന്ന് മോശയാണ് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് നമ്മെ നടത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. മോശ ഒരിക്കലും പറഞ്ഞില്ല ഞാനാണ് ഈ ജനത്തെ നടത്തുന്നതെന്ന്. മോശ ഫറവോന്റെ മുമ്പിൽ ചെന്നു,
ദൈവം കൽപ്പിച്ചിട്ടാണ്. ദൈവവുമായി അഭിമുഖമായി സംസാരിച്ച പ്രവാചകനാണ് മോശ. മോശയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ദൈവമാണ് എന്നെ ഏൽപ്പിച്ചത്, ദൈവമാണ് നിങ്ങളെ നടത്തുവാൻ എന്നെ ആക്കിയതെന്ന് മോശയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. മറ്റാർക്കും പറയാൻ പറ്റില്ലെങ്കിലും മോശയ്ക്ക് പറയാമായിരുന്നു. പക്ഷെ മോശ പറഞ്ഞില്ല. മോശ രാജാവിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. വേറെ കൂടുതൽ ഒന്നും മോശ പറഞ്ഞില്ല. മോശയോട് ദൈവം പറഞ്ഞത് മോശ പറയുകയാണ്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് ഇസ്രായേലിന്റെ ദൈവം അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്രയുടെയും പ്രത്യേകത വേറൊന്നുമല്ല, ദൈവത്തെ ആരാധിക്കുക യാത്രയിൽ ഉടനീളം. മാത്രമല്ല, യാത്ര കഴിഞ്ഞ് ഒടുവിൽ നാം അക്കരെ ചെല്ലുമ്പോൾ കൊതി തീരാതെ മതി വരാതെ യേശുവിനെ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സന്തോഷ കൂട്ടത്തിലേക്ക് ചേരുവാനുള്ള ഒരു താല്പര്യമാണ് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഒരിക്കലും ഒരു നാളും നമ്മൾ ആരും ഈ യാത്രയിൽ ചേരാൻ താല്പര്യമുള്ളവരല്ല. വെറുതെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ പോലും മനുഷ്യന് താല്പര്യമില്ലാത്ത യാത്രയാണ് ഈ യാത്ര. കാരണം മനുഷ്യന്റെ താല്പര്യം ലോകത്തോടാണ്, പിശാചിനോടാണ്, ജഡത്തോടാണ്. എന്നാൽ ഈ യാത്ര വരുമ്പോൾ ഇതെല്ലാം പിറകോട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, മോശ തന്നെ ഉയർത്തിയില്ല. മോശ പറഞ്ഞു, ദൈവം കൽപ്പിക്കുന്നു. അതിനുശേഷം അവരെ വിടുവിച്ചു, യാത്ര ആരംഭിച്ചു. അപ്പോഴും മോശ പറയുന്നത് എന്താണെന്നറിയോ? യഹോവ ബലമുള്ള കൈ കൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ഞാൻ പുറപ്പെടുവിച്ചു എന്നല്ല. വേണമെങ്കിൽ മോശയ്ക്ക് പറയാമായിരുന്നു, ഞാനാണ് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചത്. മോശ പറഞ്ഞില്ല. പഴയ നിയമകാലം എങ്കിലും മോശ പറഞ്ഞില്ല. മോശ പറഞ്ഞു, യഹോവ തന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 23:10. നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്, ഒരുത്തൻ അത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. നിങ്ങൾ നായകന്മാർ എന്ന് പേരെടുക്കരുത്, ലീഡേഴ്സ്. ഒരുത്തൻ അത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. ആ കാലത്ത് പരീശന്മാർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവര് പറയുന്നത്, മോശയുടെ പീഠത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ശരിയാ, അവരെവിടെ ചെന്നാലും, പള്ളിയിൽ ചെന്നാലും, അങ്ങാടിയിൽ ചെന്നാലും, അത് അത്താഴം കഴിക്കേണ്ട ഒരു ഡിന്നർ കഴിക്കുന്ന സ്ഥലത്താണെങ്കിലും അവർക്ക് മുഖ്യാസനം വേണം. പള്ളിയിൽ മുഖ്യാസനം, അതുപോലെ തന്നെ അത്താഴം കഴിക്കുന്ന സ്ഥലത്ത് വിരുന്ന് ഉണ്ടാകുമ്പോൾ പ്രധാന സ്ഥലം വേണം, അതുപോലെ അങ്ങാടിയിൽ വന്ദനം വേണം. കാരണം എവിടെ ചെന്നാലും അവർ പറയുന്നത്, ഞങ്ങൾ മോശയുടെ പീഠത്തിലിരിക്കുന്നു. അവരെ തന്നെ നേതാക്കന്മാരായിട്ട് ഉയർത്തുകയാണ്. ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് ഉള്ള സമയത്താണ് അവരിങ്ങനെ ചെയ്യണം. ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന 33.5 വർഷത്തിനിടയ്ക്കാണ് ഈ പരീശന്മാർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്, നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്, ഒരുത്തൻ അത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. ഇതാര് പറഞ്ഞതാ? യേശു ക്രിസ്തു തന്നെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മഹത്വം മുഴുവനും യേശു ക്രിസ്തു ദൈവത്തിന് കൊടുക്കുകയാണ്. ഒരു മനുഷ്യനും ഈ യാത്രയിൽ, ഈ പുതിയ നിയമകാലത്ത് ക്രിസ്തീയ ജീവിത യാത്രയിൽ, സിയോൻ യാത്രയിൽ, കൂട്ടായ്മയുടെ യാത്രയിൽ, പ്രാർത്ഥനായോഗത്തിന്റെ യാത്രയിൽ മഹത്വം എടുക്കാൻ പാടില്ല. ഒരുവൻ അത്രേ നിങ്ങളുടെ നായകൻ. കർത്താവാണ് പറയുന്നത്, ക്രിസ്തു തന്നെ. അതുകൊണ്ട് നമ്മുടെ നായകനും കർത്താവായ യേശു ക്രിസ്തുവാണ്. മോശ ഒരിക്കലും മഹത്വം എടുത്തില്ല. പുറപ്പാട് 13:17-18 നമുക്ക് വായിച്ചു. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്തീന ദേശത്തു കൂടിയുള്ള വഴി അടുത്തു നിന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. അവര് യാത്ര തുടങ്ങിയപ്പോൾ ദൈവം അവരെ എളുപ്പമുള്ള വഴി ഏതാണെന്ന് നിങ്ങൾക്കറിയാം. അത് ഫിലിസ്ത്യ ദേശത്തിന്റെ കൂടെയുള്ള അടുത്തുകൂടെയുള്ള യാത്രയാണ്. വളരെ എളുപ്പം, ചില ദിവസങ്ങൾ കൊണ്ട് യാത്ര ചെയ്യാവുന്ന എളുപ്പമുള്ള വഴിയാണ് അത്. പക്ഷെ ദൈവം അവരെ അതുവഴി കൊണ്ടുപോയില്ല. ദൈവം അവരെ ചുറ്റിച്ച് നടത്തി, മരുഭൂമിയിലൂടെ ചുറ്റി നടത്തിച്ചു ദൈവം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് പേടിയാണ്, ഇവരെങ്ങാനും ഈ മിസ്രൈമിലേക്ക് തിരികെ പോകുമോ എന്ന് ദൈവത്തിന് ഭയമാണ്. യുദ്ധം കണ്ട് പേടിച്ച് ഇവരെങ്ങാനും തിരിച്ചു പോകുമോ എന്ന് ഭയമാണ്. അതുകൊണ്ട് എളുപ്പവഴി അല്ല ദൈവം അവരെ കൊണ്ടുപോയത്, അവരെ ചുറ്റിച്ച് മരുഭൂമിയിലൂടെ നടക്കുമാറാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്രയിലും നമുക്കൊരു പക്ഷേ മനസ്സിലാകണമെന്നില്ല, ഞാൻ എങ്ങനെ ഇവിടെ വന്നു, ഇത് ദൈവഹിതമാണോ? നമുക്ക് തോന്നിയേക്കാം, വളരെ എളുപ്പമുള്ളൊരു വഴി ഉണ്ടായിരുന്നല്ലോ, ഈ കാര്യം ഇങ്ങനെയല്ലായിരുന്നല്ലോ വേണ്ടിയിരുന്നത്. നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം, ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നിയേക്കാം. ദൈവമക്കളെ, ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ, നാം യാത്ര പുറപ്പെട്ടവരാണെങ്കിൽ, യേശുവിനോട് കൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം ചില ഉദ്ദേശങ്ങൾ ദൈവത്തിനുണ്ട്. നാം തിരികെ പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
മടങ്ങിപ്പോകരുത്, പിന്മാറ്റത്തിലേക്ക് ആരും പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിനോടുകൂടെ മുന്നോട്ട് വന്ന് വിശ്വാസ ജീവിതം നയിച്ച്, ക്രിസ്തീയ ജീവിതം ജയകരമായി നയിച്ച് സിയോനിൽ സ്വർഗത്തിലെത്തുവാൻ ദൈവം, യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ്റെ വലിയ ആഗ്രഹമാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ചുറ്റി നടക്കേണ്ട ഒരു അനുഭവം നമുക്ക് വന്നേക്കാം. എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. വീണ്ടും പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ ജനം പാളയമിറങ്ങുന്നൊരു സ്ഥലം, മിഗ്ദോലിനും കടലിനും മധ്യേ അവർ പാളയമിറങ്ങുകയാണ്. ശ്രദ്ധിക്കണം, ഇപ്പോൾ ഇതൊരു കടലാണെന്ന് അങ്ങ് സങ്കല്പിക്കുക. ഇവിടെ ഇസ്രായേൽ ജനം നിൽക്കുന്നു, ഇസ്രായേൽ ജനം അവിടെ നിൽക്കുന്നു, ഇത് കടലാണ്. കടലിൻ്റെ തീരത്ത് അവർ പാളയമിറങ്ങുകയാണ്. ദൈവം കൽപ്പിക്കുകയാണ്, നിങ്ങൾ കടലിൻ്റെ തീരത്ത്, ചെങ്കടലിൻ്റെ തീരത്ത് പാളയമിറങ്ങണം. എന്താണ് ഉദ്ദേശം അവർക്ക് അറിഞ്ഞുകൂടാ. മനോഹരമായൊരു സ്ഥലമാണ് കടലിൻ്റെ തീരം. അവരവിടെ സമാധാനമായിട്ട് കഴിയുകയാണ്. ഓർക്കണം, രണ്ടു വശത്തും വലിയ മതിൽ പോലെ, കോട്ട പോലെ മലകളുള്ള ഒരു സ്ഥലമാണ് ഈ ചെങ്കടലിൻ്റെ ആ തീരം. രണ്ടു വശത്തും മതിലുണ്ട്. അപ്പോൾ ഇവിടെ നല്ല കാറ്റ്, നല്ല തെളിഞ്ഞ അന്തരീക്ഷം, നല്ല സമാധാനമായി ശാന്തമായി ദൈവജനം കഴിയുന്ന ഒരു സമയം. ആ സമയത്ത് മിസ്രൈമ്യർ അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് 14:3 വായിക്കുന്നുണ്ട്. അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. നോക്കൂ, ദൈവം കൽപ്പിച്ചിട്ട് ഇസ്രായേൽ മക്കൾ ഒരു കടൽ തീരത്ത് പാളയമിറങ്ങി സമാധാനമായി കഴിയുമ്പോൾ ശത്രുജനം പറയുകയാണ്, അവർ കുടുങ്ങിയിരിക്കുകയാണ്, അവർ ഉഴന്നു നടക്കുകയാണ്. ദേ ആർ വാണ്ടറിങ് ഇൻ കൺഫ്യൂഷൻസ്. അവരാശയക്കുഴപ്പത്തിലാണ്. ഇങ്ങനെയാണ് ശത്രുജനം പറയുന്നത്. നമ്മൾ നോക്കി ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ ആര് നമ്മളെക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, നാം ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ശത്രു ധരിച്ചത് എന്താണെന്നറിയോ? മിസ്രൈമ്യർ ധരിച്ചത് രണ്ടു വശത്തും മലനിരകളുണ്ട്, ഇവിടെ കടലാണ്, അവർക്കിനി ഒരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല, അതുകൊണ്ട് ഇവരെ നശിപ്പിക്കാമെന്ന് കരുതിക്കൊണ്ട് ശത്രു വരികയാണ്. രഥങ്ങളും കുതിരകളും എല്ലാമായിട്ട് ശത്രു സൈന്യം വരികയാണ്. അവരിങ്ങനെ കുതിച്ചു വരികയാണ്, അവരെ പിന്തുടർന്ന് വരികയാണ്. നമുക്ക് വായിക്കാം 14:10, വേഗം വായിക്കാം. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലയുയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. അവര് ഭയപ്പെട്ടു. നോക്കൂ, ശത്രുജനം വരുന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ കുതിര കുളമ്പടി കേട്ട് ദൈവത്തിന്റെ ജനം കരയുകയാണ്, അവർ നിലവിളിക്കുകയാണ്, അവർ ഭയന്നുപോയി. മാത്രമല്ല അവര് പറയുന്നുണ്ട്, 14:11-12 വായിച്ചു കേൾക്കാം. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? അവർ ചോദിക്കുകയാണ്, മോശയോട് പിറുപിറുക്കുകയാണ്. ദൈവത്തിന്റെ ജനം മോശയോട് ധൈര്യത്തോടെ ചോദിക്കുകയാണ്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്? ഈ കഷ്ടമാകാൻ വേണ്ടി, ഇവിടെ മരിക്കാൻ വേണ്ടി, ഈ മണൽപ്പുറത്ത് മരിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? ഇതിനേക്കാൾ നന്നായിരുന്നു അവിടെ മിസ്രൈമ്യർക്ക് വേല ചെയ്തത്. ഇങ്ങനെ പറഞ്ഞ് പിറുപിറുപ്പിന്റെ വാക്കുകൾ, ശാപത്തിന്റെ വാക്കുകൾ, ദൈവം ആഗ്രഹിക്കാത്ത വാക്കുകൾ ദൈവജനത്തിൽ നിന്ന് വരികയാണ്. നമ്മുടെയും ജീവിതത്തിൽ പക്ഷേ ഇപ്രകാരം സംശയിച്ച് പോയിട്ടുണ്ടോ? ശരിയാണ്, വാസ്തവത്തിൽ ഭയപ്പെടേണ്ട ഒരു സമയം തന്നെയാണ്. ആരും ഭയപ്പെട്ടു പോകും. ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കഥയൊക്കെ അറിയാം, നാടകം രണ്ടാമത് കാണുന്നത് പോലെ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ഇസ്രായേൽ മക്കള് രക്ഷപ്പെട്ടു, ചെങ്കടൽ കൂടി കടന്ന കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ സമയത്ത് ആദ്യമായിട്ടാണ് ഈ സംഭവം. അവരനുഭവിക്കുകയാണ്, അവർ ജീവിക്കുകയാണ്. അവരുടെ മുമ്പിൽ കടൽ, പിൻപിൽ വൻ വൈരി, ശത്രു വരുന്നു. രണ്ടു ഭാഗത്തും ഓടാൻ പറ്റില്ല, മലകൾ പോലെ പർവ്വതങ്ങൾ. അവര് നിരാശപ്പെട്ടു, ദൈവത്തോട് പരിഭവിച്ചു, മോശയോട് പരിഭവിച്ചു. പ്രിയപ്പെട്ടവർ, എന്നാൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഈ മോശ, പാവപ്പെട്ട ദൈവത്തിൻ്റെ പ്രവാചകനായ മോശ രാജാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട്, രാജാവേ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് മോശ പറഞ്ഞപ്പോൾ ഫറവോ രാജാവ് ചോദിച്ചു, നിന്റെ ദൈവം ആരാ? ചോദിച്ചതാ, നിന്റെ ദൈവം ആരാ? ഞാൻ അവനെ അറിയുന്നില്ല എന്ന് ഫറവോ രാജാവ് ചോദിച്ചു. ദൈവം അത് കേട്ടു. പാവം മോശയ്ക്ക് വല്ലതും പറയാനുണ്ടോ? മോശ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ദൈവം അത് കേട്ടു. അതുകൊണ്ട് 14:4 ഞാൻ യഹോവയാകുന്നുവെന്ന് മിസ്രൈമ്യർ അറിയണം. അതാണ് ദൈവത്തിന്റെ ആവശ്യം. പക്ഷേ ഇസ്രായേൽ മക്കളുടെ വിചാരമോ, ഞങ്ങൾ കഷ്ടത്തിലായി, ഞങ്ങൾ ഇവിടെ ഈ കടൽപ്പുറത്ത് മരിച്ച് ഇവർക്ക് അടിമകളാകാൻ പോകുന്നു, ഞങ്ങളുടെ ശവം ഇപ്പോൾ കാണാൻ പോകുന്നു.
അവർ ഭയപ്പെടുന്നു. പക്ഷെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം പറയുന്നത് ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് ഈ ഫറവോ രാജാവ് അറിയണം. അത് തന്നെയായിരുന്നു ഏലിയാവിൻ്റെ പ്രാർത്ഥനയും. ഏലിയാവ് പ്രാർത്ഥിച്ചു, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ട് വരുമാറാകണമേ. പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രാർത്ഥനയും അതുമാത്രമായിരിക്കണം. ഇത് മാത്രമായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നമുക്ക് വായിക്കാം 14:13. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് കണ്ട മിസ്രയീമ്യരെ ഇനി ഒരു നാളും നിങ്ങൾ കാണുകയില്ല. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. ഇത് മോശ മുഖാന്തരം ദൈവമെന്ന് പഴയ നിയമ ഇസ്രായേലിനോട് അരുളി ചെയ്തിട്ടുള്ളതാണെങ്കിൽ, നമ്മെ നയിക്കുന്ന നമ്മുടെ നായകനായ നേതാവായ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് നിങ്ങൾ കാണുവിൻ. നിങ്ങൾ ഭയപ്പെടുന്ന, നിങ്ങൾ കണ്ട മിസ്രയീമ്യരെ നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ വചനം. എന്നിട്ട് മോശ കരയുകയാണ്, നിലവിളിക്കുകയാണ് ദൈവത്തോട്. അപ്പോൾ ദൈവം പറഞ്ഞു, മോശേ, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ, ജനത്തോട് മുന്നോട്ട് പോകാൻ പറ. നീ എൻ്റെ മുമ്പിൽ കിടന്ന് നിലവിളിക്കണ്ട, ജനത്തോട് മുന്നോട്ട് പോകാൻ പറ. ദൈവത്തിന് അതേ പറയാനുള്ളൂ, മുന്നോട്ട് പോകുക. ഏത് ഘട്ടത്തിലും ഏത് കാലാവസ്ഥയിലും, പ്രളയം വന്നോട്ടെ, സുനാമി വന്നോട്ടെ, മഹാമാരി വന്നോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ദൈവം പറയുന്നു മുന്നോട്ട് പോകുക. ദൈവത്തിൻ്റെ കൽപ്പനയാണ് മുന്നോട്ട് പോകാൻ. എന്ത് ചെയ്തു? പിന്നെ കാര്യങ്ങളെല്ലാം ചരിത്രമാണ്. മോശ കൈനീട്ടിയപ്പോൾ അവിടെ ചെങ്കടൽ രണ്ടായി പിളർന്നു. മോശ കൈനീട്ടി ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം. അവിടെ വായിക്കുന്നത്, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾക്ക് അന്ന് കാണുന്നൊരു അത്ഭുതമാണ്. അന്ന് ഒരു അത്ഭുതം അവർ കാണുകയാണ്. യഹോവ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് അന്ന് രാത്രി മുഴുവനും ആ കടലിനെ രണ്ടാക്കി തീർത്ത് ഉണങ്ങിയ നിലം കാണുമാറാക്കി. അതിലൂടെ ഇസ്രായേൽ മക്കൾ കടക്കുകയാണ്. ഏതാണ്ട് 10 മണിക്കൂർ എടുത്ത് കാണും. അവർ കുഞ്ഞുങ്ങളും മൃഗങ്ങളും കുട്ടികളും പ്രായമായവരും അങ്ങനെയെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ, എന്നാൽ ഭയത്തോടുകൂടെ, 2 വശത്തും മതിൽ പോലെ കടലിലൂടെയാണെന്ന് ഓർക്കണം. കടലിൻ്റെ ആഴം നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ആഴക്കടലിന്റെ നടുവിലൂടെ അവർ പോവുകയാണ്. അതിന് 2 വശത്തും വെള്ളം മതിലായി നിൽക്കുകയാണ്. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ തൊട്ടു നോക്കുന്നുണ്ടായിരിക്കും. വലിയ മത്സ്യം, തിമിംഗലം, അവർക്ക് പേടിയുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അവരങ്ങനെ പോവുകയാണ്. സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, അത്ഭുതത്തോടെ, ധൈര്യത്തോടെ അവർ പോകുകയാണ്. ഇസ്രായേൽ ഒരു ദൈവമുണ്ട് എന്ന് അന്ന് വെളിപ്പെട്ടു. പിന്നീട് എന്ത് സംഭവിച്ചു? അവരക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മോശ കൈനീട്ടി. ആ വെള്ളം തൽസ്ഥിതിയിലേക്ക് വന്നു. പുറകെ വന്ന ആ മിസ്രയീമ്യ സൈന്യം മുഴുവനും അവിടെ നശിച്ചു. അന്ന് കണ്ട ആ മിസ്രയീമ്യരെ അന്ന് പിന്നെ ഒരു നാളും കാണാതെ വണ്ണം മിസ്രയീമ്യരുടെ ശവം ആ കടൽ തീരത്ത് അടിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം ചെയ്യുന്ന അത്ഭുതം. ഇത് നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യും, ഒരു സംശയവും വേണ്ട. നാം വിശ്വസിക്കുക മാത്രം ചെയ്യുക, മുന്നോട്ട് പോകുക, ഉറയ്ക്കുക എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കടലിലൂടെ വഴി തുറന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം കരയിലൂടെ വഴി തുറന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. കള്ളന്മാരുടെ മധ്യത്തിൽ തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുതിയ വഴി, ഒരു വിശുദ്ധ വഴി, ഒരശുദ്ധനും അതിലൂടെ കടക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കൽപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവാണ് ആ പുതിയ വഴി തുറന്നത്. നമ്മുടെ പാപങ്ങളെയെല്ലാം അവൻ കടലിൻ്റെ ആഴത്തിൽ ഇട്ട് കളയുമെന്നാണ് പറഞ്ഞത്. നോക്കൂ, ഈ ശത്രു സൈന്യത്തെ മുഴുവനും ആ കടലിൽ തള്ളിയിട്ടു, കടലിൻ്റെ ആഴത്തിൽ തള്ളിയിട്ടു. സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്ക ഇല്ല ഇനിമേൽ. വിശ്വാസികളായ നാം ഒരു കാര്യത്തിൽ ഉറയ്ക്കണം. ഈ ഉറപ്പ് പലപ്പോഴും നമുക്ക് എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടോ എന്ന് ഒരു സംശയം തോന്നിയേക്കാം.
അത് വരരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പാപങ്ങളെല്ലാം സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ടു നാം പശ്ചാത്താപത്തോടെ ഏറ്റുപറയുന്നുവെങ്കിൽ, ഇനി ഞാൻ പാപം ചെയ്യുകയില്ല എന്ന ആത്മാർത്ഥമായ തീരുമാനത്തോടുകൂടെ ദൈവത്തോട് പറയുന്നുവെങ്കിൽ, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. അവൻ വിശ്വസ്തനാണ്, കരുണയുള്ളവനാണ്, നീതിമാനാണ്. ഇതിലാരെങ്കിലും ഏതെങ്കിലും ഗൗരവമായൊരു പാപം ചെയ്ത് ഒരുപക്ഷെ ജയിലാണോ എന്തെങ്കിലും പിടിക്കപ്പെടുമോ എന്ന് ഭയക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ പാപം പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇതാ കർത്താവിൻ്റെ വെളിച്ചത്തിലേക്ക് വരിക. പാപിനിയായ സ്ത്രീക്ക് മാപ്പ് കൊടുത്ത ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മളെ ശിക്ഷിക്കുന്നവനല്ല, നമ്മളോട് പകരം ചെയ്യുന്നവനല്ല, പിന്നെയോ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. അപ്പോസ്തലനായ യോഹന്നാൻ, ആലോചിച്ച് നോക്കൂ, യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ അന്ന് മരിക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട, പിന്നെ മരിച്ചാൽ മതി. നരകം പോലെയുള്ള അനുഭവമാണ് പത്മോസ് ദ്വീപ്. ശ്മശാനത്തിൻ്റെ മൂകത, ഭയാനകരമായിട്ടുള്ള ഒരു ഏകാന്തത, ഇതാണ് പത്മോസ് ദ്വീപിന്റെ പ്രത്യേകത. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ ഭയപ്പെട്ടിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ചെങ്കടലിന്റെ അനുഭവമാണ്. എന്നാൽ അവിടെ കർത്താവിനെ കാണുകയാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന ദൈവത്തിൻ്റെ വചനം ലഭിക്കുകയാണ്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും ഏറെ രാജമുടി ശിരസതിൽ ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട അത്ഭുതകരമായൊരു സാക്ഷ്യമാണ് യോഹന്നാൻ സ്ലീഹയ്ക്ക് പറയാനുണ്ടായിരുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മുടെ കയ്യിലേക്ക് കിട്ടുവാനുള്ള കാരണം ഈ ചെങ്കടലിന്റെ അനുഭവം യോഹന്നാൻ സ്ലീഹയ്ക്ക് ഉണ്ടായത് കൊണ്ടാണ്. നമുക്കറിയാം, പൗലോസിനെയും ശീലാസിനെയും അവിടെ കാരാഗ്രഹത്തിലാക്കി. ആലോചിച്ച് നോക്കി, നമ്മളാണെങ്കിൽ ഉള്ള എല്ലാ കൂട്ടായ്മക്കാരോടും പറയും, ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഒന്ന് പുറത്തു വരാനൊന്ന് പ്രാർത്ഥിക്കണം. തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല. ജയിലിൽ നിന്നൊന്ന് പുറത്തു വരാനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചേക്കാം, അപേക്ഷിച്ചേക്കാം. എന്നാൽ അവിടെ 4 ലേഖനങ്ങൾ എഴുതി, കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ കിടന്നുകൊണ്ട് 4 ലേഖനങ്ങൾ എഴുതി. പൗലോസ് സ്ലീഹ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ ചങ്ങല ധരിച്ച് സേവിക്കുന്ന, സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കാൻ ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കും വേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് പിതാക്കന്മാരുടെ അനുഭവം എന്ന് പറയുന്നത്. പിതാക്കന്മാരുടെ അനുഭവം ഇതാണ്. ഈ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല, ഉറച്ചു നിൽക്കണം. നമുക്ക് വേണ്ടി ജയം തരുന്നൊരു കർത്താവുണ്ട്. നാം ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ എത്ര ഭാഗ്യമാണ്. അന്ന് ഇസ്രായേൽ മക്കൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവർ വേറെ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ ആ വേദപുസ്തക ഭാഗങ്ങളൊന്ന് സമയം പോലെ വായിച്ചു നോക്കൂ. അവിടെ ആരെങ്കിലും, ഏതെങ്കിലും ഒരു ഇസ്രായേലിയൻ, ഒരു വ്യക്തി എന്തെങ്കിലും കാര്യം ചെയ്തോ? ഒന്നും ചെയ്തില്ല. അവർ മോശയുടെ കൂടെ അങ്ങ് നടന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, യേശുവോട് കൂടെ യാത്ര ചെയ്യുക എന്ന് പാടുന്നതിൻ്റെ കാരണം അതാണ്. വേറെ ഒന്നും ചെയ്യണ്ട, നമ്മുടെ ഒരു ബുദ്ധിയിൽ ഒരു കാര്യവും ചെയ്യണ്ട, യേശുവിനോട് കൂടെ യാത്ര ചെയ്താൽ മതി. അന്ന് മോശയോട് കൂടെ അവർ യാത്ര ചെയ്തേ ഉള്ളൂ, അവരൊന്നും ചെയ്തില്ല. ഇസ്രായേൽ മക്കളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതായിട്ട് കാണുന്നുണ്ടോ? ഒന്നും ചെയ്തില്ല പ്രിയപ്പെട്ടവരെ. അവർ മോശയുടെ കൽപ്പനകൾ, ദൈവം തരുന്നത് അതുപോലെ അനുസരിച്ച് സ്വർഗീയ കാര്യപരിപാടിയിൽ ചേർന്ന് നിന്നുകൊണ്ട് ഒരക്കരെ എത്തി. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കും വേറെ ഒന്നും ചെയ്യാനില്ല. യേശുവിനോട് കൂടെ നമ്മുടെ നായകൻ യേശു മാത്രമാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനുമല്ല. മാമോദിസയിൽ എനിക്ക് വേണ്ടി എൻ്റെ തലത്തൊട്ടപ്പൻ ഏറ്റുപറഞ്ഞു. മറക്കരുത്, നമ്മൾ ഇപ്പോൾ ഈ പ്രായത്തിൽ, നമുക്ക് വിശ്വസിക്കാനുള്ള പ്രായത്തിൽ, ചിന്തിക്കുവാനുള്ള പ്രായത്തിൽ, തീരുമാനമെടുക്കാനുള്ള പ്രായത്തിൽ ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ടതാണ്. ഇതിൽ ആരെങ്കിലും കുഞ്ഞുങ്ങളെ തലത്തൊട്ടവരുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം. എന്താണ് പറയേണ്ടത്? എനിക്ക് വേണ്ടി എൻ്റെ തലതൊട്ടവൻ പറഞ്ഞു, മശിഹായെ സ്വീകരിക്കുന്നു, പിശാചിനെ തള്ളിപ്പറയുന്നു, സാത്താനെ, നിന്നെയും നിന്റെ സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും നിന്റെ സകല സൈന്യത്തെയും സകല ദൂതന്മാരെയും ഞാൻ ഉപേക്ഷിക്കുന്നു. 3 പ്രാവശ്യം മശിഹാ തമ്പുരാനെ, നിന്നെയും പരിശുദ്ധ പിതാക്കന്മാരും പ്രവാചകന്മാരും സ്ലീഹാന്മാർ മുഖാന്തരം എന്നിൽ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല കൽപ്പനകളെയും ചേർന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ എന്താണ്? ജീവിച്ചിരിക്കുന്ന ആർക്കും ഒരു കാര്യവുമില്ല, മശിഹാ തമ്പുരാനിലുള്ള വിശ്വാസം. അതാണ് നമ്മളെ അക്കരെ എത്തിക്കുന്നത്. പിന്നെയോ പിതാക്കന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, സ്ലീഹന്മാരിലൂടെ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അക്കരെ എത്തും എന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ ഇന്ന് കേട്ടതായ കാര്യം, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഈ യാത്ര ഞാൻ ആരംഭിച്ചു. മറ്റാരുടെയും കാര്യമല്ല,
ഇത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. യാത്ര ആരംഭിക്കാത്ത ഒരാളും നിത്യജീവനിലെത്തുകയില്ല. അതുകൊണ്ട് മറ്റാരും പറഞ്ഞു തരുന്ന ഒരു ഉറപ്പല്ല. യാത്ര ആരംഭിച്ചോ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ കുഞ്ഞാടിനെ സ്വീകരിച്ചു, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. യേശുവിത സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ഒരുപക്ഷെ ഉത്സാഹത്തോടുകൂടെ, വലിയ ആവേശത്തോടുകൂടെ നമ്മുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇതിലാരെങ്കിലും, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാത്തതായിട്ടുണ്ടോ? ഈ സമയത്ത് യേശുവിനെ സ്വീകരിക്കുക. യാത്ര ആരംഭിക്കുകയാണ്. യാത്രയുടെ മധ്യേ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നമുക്ക് വന്നേക്കാം. ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കുക, മുന്നോട്ട് പോകുക. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാം ഒന്ന് മാത്രം ചെയ്താൽ മതി. ഉറയ്ക്കുക, വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക. നമ്മുടെ തലവനായ, നായകനായ, നസ്രയനായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുക. യേശുവിനോട് കൂടെ നടക്കുക. മറ്റൊന്നും നമുക്ക് വേണ്ട ദൈവമക്കളെ. അങ്ങനെയാണെങ്കിൽ നമ്മളെ അക്കരെ എത്തിക്കും. നമുക്ക് ലഭിക്കുന്ന ഈ യാത്രയുടെ അന്ത്യം നിത്യജീവനായിരിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ അപ്പ, ഞങ്ങളിലുള്ള ഈ മക്കളെ എല്ലാവരെയും അവിടുന്ന് ഉണർത്തുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ സാധാരണക്കാരാണ് കർത്താവേ. വലിയ വിലയില്ലാത്തവരും നിലയില്ലാത്തവരും വളരെ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെയാണെങ്കിലും, ഞങ്ങൾ സാധാരണക്കാരാണെങ്കിലും ഞങ്ങളുടെ കർത്താവ് വലിയവനാകയാൽ സ്തോത്രം. അവൻ മോശയേക്കാൾ വലിയവനാകയാൽ സ്തോത്രം. ചെങ്കടലിനെ രണ്ടായി പിളർന്ന കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എന്തു വേണ്ടുവെന്ന് ചിന്തിച്ചിരിക്കുന്ന കാര്യത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ജയം തരുമെന്നുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പിതാവേ. ഞങ്ങൾ നിന്റെ മക്കളായി ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനിക്കുന്നു. ഞങ്ങളോട് കൂടിയിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളിൽ അവിടുത്തെ കരം വെക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം ഞങ്ങൾക്ക് തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ.